السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. عن عبد الله بن عمرو رضي الله عنهما قال قال رسول الله صلى الله عليه وسلم: يقال لصاحب القرآن اقرأ وارتقي ورتل كما كنت ترتل في الدنيا فإن منزلتك عند آخر آية تقرأها. റവാഹു അബൂ ദാവൂദ് വത്തിർമിദി. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി: യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളോട് പറയപ്പെടുന്നതാണ്, ഇഖ്റ, നീ പാരായണം ചെയ്യുക, വർത്തഖി, സ്വർഗീയ സ്ഥാനങ്ങളിൽ പടിപടിയായി നീ ഉയർന്നുകൊണ്ടേയിരിക്കുക, വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫിദ്ദുന്യ, ദുനിയാവിൽ വെച്ച് നീ ശ്രദ്ധാപൂർവം ഖുർആൻ പാരായണം ചെയ്തതുപോലെ പാരായണം ചെയ്യുക. ഫൈന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, തീർച്ചയായും സ്വർഗത്തിലെ നിന്റെ സ്ഥാനം നീ ഓതിയെത്തുന്ന അവസാന ആയത്തിലാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഉന്നതമായ സ്ഥാനത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അത് പാരായണം ചെയ്യുകയും അതിനെപ്പറ്റി പഠിക്കുകയുമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി: ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, ഖുർആനിൻ്റെ ആളുകൾക്ക് വേണ്ടി ആ ഖുർആൻ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകനായി വരുന്നതാണ്. ഖബറിൽ വെച്ച് മുൻകർ നക്കീർ അലൈഹിമസ്സലാം നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിന്റെ ഇമാം ആരാണ് എന്നുള്ള ചോദ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ സമയത്ത് വൽ ഖുർആനു ഇമാമി, ഖുർആനായിരുന്നു എൻ്റെ ഇമാം എന്ന് നമുക്ക് മറുപടി പറയാൻ കഴിയണമെങ്കിൽ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഖുർആനിനെ ഇമാമായി സ്വീകരിക്കുകയും ഖുർആനിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദിക്റുകളിൽപ്പെട്ട ഒന്നാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. അതിലേറ്റവും ഉന്നതമായ ദിക്റാണ് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തആല പറയുന്നുണ്ട്: അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനം കൊണ്ടുവരുമെന്ന് അള്ളാഹു പറഞ്ഞു തരികയാണ്. പരിശുദ്ധമായ ഖുർആൻ വെറും പാരായണം ചെയ്യൽ മാത്രമല്ല, മറിച്ച് അതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്: കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി, നിങ്ങളിലേക്ക് അവതരിച്ചിട്ടുള്ള ഈ ഖുർആൻ ലിയദ്ദബ്ബറു ആയാതിഹി, അതിൻ്റെ ആയത്തുകളെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, ഖുർആനിൽ രണ്ടിടങ്ങളിലായി അള്ളാഹു പറയുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഖുർആനിൽ ചിന്തിക്കുന്നില്ല? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല നിങ്ങളുടെ ഹൃദയത്തിന് പൂട്ടിട്ടിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹൃദയത്തിന് പൂട്ടുവീണ് കഴിഞ്ഞാൽ പിന്നീട് ആ ഹൃദയത്തിലേക്ക് നന്മകളൊന്നും തന്നെ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ പറ്റി പറഞ്ഞ എല്ലാ ശ്രേഷ്ഠതകളും കരസ്ഥമാക്കുവാനും ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ടാക്കിയെടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലായി ഖുർആൻ പാരായണം ചെയ്തിരുന്നു. എല്ലായ്പ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഖുർആൻ ഓതിക്കേൾപ്പിക്കാറുണ്ടായിരുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഖുർആനിനെ പാരായണം ചെയ്യാനും ഖുർആനിനെ പറ്റി ചിന്തിക്കാനും ഖുർആനിനെ നമ്മുടെ ജീവിതത്തിലെ ഇമാമായി സ്വീകരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നോമ്പിനെയും രാത്രി നമസ്കാരങ്ങളെയും സ്വതക്കകളെയും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമദാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ആ നന്മകളൊക്കെ തുടർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.